ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. സൈബർ ആക്രമണത്തിൽ രാഹുൽ ഈശ്വറിനെതിരെ വീണ്ടും അതിജീവിതയുടെ പരാതി. രാഹുൽ ഈശ്വർ ജാമ്യ വ്യവസ്ഥ ലംഘിച്ചുവെന്നും ജാമ്യം റദ്ദാക്കാൻ നടപടി സ്വീകരിക്കണമെന്നും പരാതിയിൽ പറയുന്നു. പ്രത്യേക അന്വേഷണ സംഘം മേധാവി പൂങ്കുഴലിക്ക് ലഭിച്ച പരാതി സൈബർ പോലീസിന് കൈമാറി. ആർ റോഷിപാലുണ്ട് വിശദാംശങ്ങളുമായി. റോഷിപാൽ, എന്താണ് പരാതിയിൽ പറയുന്നത്? രാഹുൽ ഈശ്വറിനെതിരെ വീണ്ടും പരാതി നൽകിയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന് പീഡനത്തിനിരയായ യുവതി. ഇങ്ങനെ പരാതി നൽകാനുള്ള സാഹചര്യം, ജാമ്യത്തിലിറങ്ങിയ രാഹുൽ ഈശ്വർ ഈ പെൺകുട്ടിക്കെതിരെ വളരെ മോശമായ രീതിയിൽ അധിക്ഷേപിക്കുന്ന രീതിയിൽ യൂട്യൂബ് ചാനലിലൂടെ ചില കാര്യങ്ങൾ പ്രചരിപ്പിച്ചുവെന്നാണ്. വ്യാജ അതിജീവിത എന്നടക്കമുള്ള രൂക്ഷമായ രീതിയിൽ അധിക്ഷേപം ഉണ്ടാക്കുന്ന പരാമർശങ്ങൾ രാഹുൽ ഈശ്വറിന്റെ ഭാഗത്തുണ്ടായി. ഈ സാഹചര്യത്തിൽ രാഹുൽ ഈശ്വറിന്റെ ജാമ്യ വ്യവസ്ഥ ലംഘിച്ചിരിക്കുകയാണ്. രാഹുൽ ഈശ്വറിന്റെ ജാമ്യം റദ്ദാക്കാൻ നടപടി സ്വീകരിക്കണമെന്നാണ് പൂങ്കുഴലിക്ക് നൽകിയ പരാതിയുള്ളത്. യൂട്യൂബ് ചാനലിലൂടെയാണ് കഴിഞ്ഞ ദിവസം യുവതിക്ക് നേരെ രൂക്ഷമായ രീതിയിലുള്ള സൈബർ ആക്രമണം രാഹുൽ ഈശ്വറിന്റെ ഭാഗത്ത് ഉണ്ടായത് എന്നാണ് പരാതിയിൽ പറയുന്നത്. ഈ രാഹുൽ ഈശ്വറിന്റെ ഈ വീഡിയോ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഈ പരാതി. നമുക്കറിയാം, നേരത്തെ തന്നെ സർക്കാർ ഈ തരത്തിൽ പീഡനത്തിനിരയായ സ്ത്രീകൾക്കെതിരെയുള്ള ഇത്തരം സൈബർ ആക്രമണങ്ങളിൽ കടുത്ത നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അങ്ങനെയാണ് രാഹുൽ ഈശ്വറിനെതിരെ നടപടി വന്നത്. രാഹുൽ ഈശ്വർ ഏതാണ്ട് 15 ദിവസത്തോളം ജയിലിൽ കിടക്കേണ്ടി വന്ന, റിമാൻഡിൽ കിടക്കേണ്ടി വന്നത് ഈ സാഹചര്യത്തിലാണ്. കർശന ജാമ്യ വ്യവസ്ഥയിലാണ് രാഹുൽ ഈശ്വറിന് ജാമ്യം ലഭിച്ചത്. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഭീഷണിപ്പെടുത്തി അബോർഷന് വിധേയയായ യുവതിയാണ് ഈ പരാതി നൽകുന്നത്. സമാനമായ രീതിയിൽ തന്നെ രാഹുൽ ഈശ്വർ തനിക്കെതിരെ ഗൂഢാലോചന നടത്തുന്നു, അധിക്ഷേപം സാമൂഹ്യ മാധ്യമത്തിലൂടെ നടത്താൻ വേണ്ടി ആഹ്വാനം ചെയ്യുന്നു എന്നാണ് പരാതിയിൽ പറയുന്നത്. ഏതായാലും സൈബർ പോലീസ് ഇക്കാര്യത്തിൽ പരിശോധന തുടങ്ങിയിട്ടുണ്ട്. തിരുവനന്തപുരം സിറ്റി സൈബർ പോലീസിനാണ് ഈ പരാതി അന്വേഷണ സംഘത്തിന്റെ മേധാവിയായി പൂങ്കുഴലി കൈമാറിയിരിക്കുന്നത്. അതിജീവിതയെ അധിക്ഷേപിച്ചു എന്നുള്ളതാണ്. രാഹുൽ ഈശ്വർ ജാമ്യവ്യവസ്ഥ ലംഘിച്ചുവെന്നും ജാമ്യം റദ്ദാക്കാൻ നടപടി സ്വീകരിക്കണമെന്നുമാണ് പരാതിയിൽ അതിജീവിത ആവശ്യപ്പെടുന്നത്. ആർ റോഷിപാലാണ് വിശദാംശങ്ങൾ നൽകിയത്.